SIR നടപ്പാക്കുന്നതിനെപ്പറ്റി ഏറ്റവും അധികം വിരോധം പ്രകടിപ്പിക്കുന്ന 3 സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരളം എന്നിവ. ഇതിൽ കേരളത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ കേസ് കൊടുത്തിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ല. അത് നടപ്പാക്കിക്കൊള്ളാൻ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും ആ ദിവസം വരുന്നതിനോടൊപ്പം ഏകദേശം SIRും ഏകദേശം കംപ്ലീറ്റ് ആകും എന്ന് കരുതുന്നു. എന്നാൽ വെസ്റ്റ് ബംഗാളിൽ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം അവിടെയുള്ള ഗവൺമെൻറ് തന്നെ സംഘടിപ്പിക്കുകയാണ്. ഗവൺമെൻറ് പറയുന്നത് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. 35 BLOമാർ ഇതുവരെ മരിച്ചു കഴിഞ്ഞു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. വാസ്തവത്തിൽ അവിടെയുള്ള കാര്യം ഇത്രയാണ്. ഈ SIR തുടങ്ങിയത് മുതൽ 100 കണക്കിന് ബംഗ്ലാദേശികളാണ് തിരിച്ച് ബംഗാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ വളരെയധികം ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുമുണ്ട്. ഇത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അവഗണിക്കുകയും രാഷ്ട്രീയ സുരക്ഷയെ അവഗണിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത് ആ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് അണ്ടർ ആർട്ടിക്കിൾ 356 പ്രകാരം ആ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഭരണം പ്രസിഡന്റ് ഏറ്റെടുക്കുകയും അതിനുശേഷം SIR നടപ്പാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ വളരെ എഫക്റ്റീവായിട്ട് അവിടെയുള്ള നിയമപരമല്ലാത്ത കുടിയേറ്റക്കാരെ ഒഴിവാക്കാനും അവിടെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധമാക്കാനും സാധിക്കുകയുള്ളൂ. അതിനായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇതിന് BJP കൂടുതൽ ആലോചിച്ച് തലപുണ്ണാക്കരുത്. കാരണം കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഞങ്ങൾ ഇതുവരെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പോലും പിരിച്ചുവിട്ടിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. അങ്ങനെ ഒരു ചെറിയ കറ തങ്ങളുടെ മേൽ വന്നേക്കാം. അത് തോന്നേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാകുക. കാരണം ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ലിസ്റ്റിൽ തുടരാൻ ഇടയാകും. അതുകൊണ്ട് ഇത് നടപ്പാക്കാനായിട്ട് പൂർണ്ണ സമ്മതവും പൂർണ്ണ സഹായവും വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്നില്ലെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ജോൾട്ട് ചെയ്യും എന്നൊക്കെയാണ് ന്യൂസ് വന്നത്. അതുമാത്രമല്ല, 100 കണക്കിന് പേർ ബംഗ്ലാദേശിലേക്ക് പോകുന്നതിൻ്റെ പടങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമാണ് അവിടെ നേരിടുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനി 5-6 മാസം കൂടിയേ ആ ഗവൺമെൻറ്റിന് ആയുസുള്ളൂ. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും അണ്ടർ ആർട്ടിക്കിൾ 356 അനുസരിച്ച് പിരിച്ചുവിടുകയും ഭരണം ഏറ്റെടുക്കുകയും SIR കൃത്യമായി നടപ്പാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.